ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. നമ്മളെ യൂട്യൂബ് കാരണം ഉയർന്നു പോയ ഒരുപാട് ഫാമിലികളെ നമ്മുടെ മുമ്പിൽ കണ്ടു. യൂട്യൂബ് കാരണം ജീവിതം തകർന്നു പോയ ഒരു യൂട്യൂബർ ഉണ്ട് നമ്മുടെ മുമ്പിൽ, മലപ്പുറം താത്ത. അവർ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ തുടക്കകാലത്ത് വന്നു ചേർന്നു. ഭർത്താവിനും കുഞ്ഞുങ്ങളോടൊപ്പം വളരെ സംതൃപ്തമായി സിമ്പിളായിട്ടുള്ള ഒരു ലൈഫ്, കുറഞ്ഞ വരുമാനത്തിൽ ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്ന ഒരു മലപ്പുറംകാരി വീട്ടമ്മ യാഥാസ്ഥിതികമായിട്ടുള്ള അവരുടെ വേഷവിധാനം, അവരുടെ യൂട്യൂബ് ചാനൽ അപ്രതീക്ഷിതമായിട്ട് വളരെ ഉയർന്ന നിലവാരത്തിലെത്തുന്നു. അവരുടെ ഏണിങ്സ് വർദ്ധിക്കുന്നു, അവരുടേതായിട്ടുള്ളൊരു സമ്പാദ്യം കയ്യിൽ വരുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ആവുന്നു. സ്വാഭാവികമായിട്ട് ഈ ഒതുങ്ങിയ കുടുംബിനിയായിട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന കുറേ സ്വപ്നങ്ങൾ അവർ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ വീട്ടുകാരെ സഹായിക്കുന്നു, അവരുടെ വീട്ടിൽ മെയിൻ്റനൻസ് നടത്തുന്നു, അവരുടെ ഹസ്ബൻഡിനും കുട്ടികൾക്കും ഒക്കെ ജീവിത നിലവാരം സ്വാഭാവികമായിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ അവരുടെ ഉള്ളിൽ അവരുടെ മോഹങ്ങളായിട്ടുള്ള കാറ്, നല്ല വീടായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കാർ എടുക്കണം തോന്നി. അത് അവരുടെ ഭർത്താവിൻ്റെ പേരിൽ തന്നെയാണ് കേട്ടോ അവർ ആ കാർ എടുക്കുന്നത്. കാർ എടുത്തു തുടങ്ങി സ്വന്തമായിട്ട് അവർ ഓടിച്ചു പോകുമ്പോഴൊക്കെ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിക്കുകയാണ്. പക്ഷെ അതിനനുസരിച്ച് സമൂഹത്തിൻ്റെ ആ ഒരു പോസിറ്റീവ്നെസ് കൂടുന്നില്ല. സമൂഹം ഇപ്പോഴും ആ പഴയ നിലയിലാണ്. ഇവളെ 2-3 പ്രാവശ്യം കാർ ഓടിച്ച് പോകണമല്ലോ, ഇവൾക്കിപ്പോൾ ഇത് എന്താ കുഴപ്പം, ഇവൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ പെട്രോള് അടിക്കുക, ഓ ഇവള് വലിയ യൂട്യൂബർ അല്ലേ. അങ്ങനെയൊക്കെയുള്ള കുറേ നാസ്തികരായിട്ടുള്ള ആളുകൾ ചുറ്റുമുള്ള ഈ കാലഘട്ടത്തിൽ ഈ യൂട്യൂബർ സ്വന്തം ആഗ്രഹപ്രകാരം ഇപ്പം അവർ പറയുന്നുണ്ട് കേട്ടോ. അവരുടെ ഒരു കാറ് മേടിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ മുളകിന് പോവും, ഉപ്പിന് പോവും, മല്ലിക്ക് പോവും, നമ്മൾ നമ്മുടെ വീട്ടിലൊരു സാധനം തരുമ്പോൾ ഉടനെ കാർ എടുത്ത് പോകും. അത് നടക്കാത്ത സംഗതിയാണ്. ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും അത് ഒരു പ്രാവശ്യമായിട്ട് നമ്മളത് വാങ്ങി വയ്ക്കും. നമ്മളെപ്പോഴും എണ്ണ കഴിയുമ്പോൾ എന്നാൽ പിന്നെ കാർ എടുത്ത് പോകാമെന്നല്ല വിചാരിക്കും. ഒന്നുമില്ലെങ്കിൽ നമ്മൾക്കൊരു 2 വീലർ ഉണ്ടെങ്കിൽ അതുമ്പോൾ പോകുന്നതാണ് ലാഭം. പിന്നെ പ്രത്യേകിച്ച് സമൂഹം ഇങ്ങനെയുള്ള കണ്ണുകളുമായിട്ട് ചെയ്യുമ്പോൾ അവരുടെ മുമ്പ് കൂടെ ഇങ്ങനെ 5-6 പ്രാവശ്യം പോകുമ്പോൾ അവർ പരാതി പറയാൻ സ്വാഭാവികമായിട്ട് ആരോടായിരിക്കും? ഭർത്താവിനോടായിരിക്കും. നിന്റെ ഭാര്യതയെ അവിടെ കണ്ടല്ലോ, നിന്റെ ഭാര്യതയെ ഇവിടെ കണ്ടല്ലോ, ആ ഇടിക്കാൻ പോകേണ്ടതാണ് വേറെ വണ്ടിയും കേട്ടോ. അതല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇവളൊരു 3-4 പ്രാവശ്യമായാലും അവിടെ കണ്ടു. അപ്പോൾ ഇതൊക്കെ കേൾക്കാവ് വീട്ടിൽ വന്ന് ചോദിക്കുന്നു. അവർ തമ്മിലുള്ള ആ ദാമ്പത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇവർ പറയുന്നുണ്ട് കേട്ടോ, യൂട്യൂബ് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. വാസ്തവത്തിൽ യൂട്യൂബ് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണം. അവരുടെ ഉയർച്ചയ്ക്കും തകർച്ചയ്ക്കും ഒരുപോലെ യൂട്യൂബ് കാരണമാവുകയാണ്. കാരണം അവരുടെ ആ ഒരു കാർ എടുത്ത് പോകാനും ആ സ്വതന്ത്രമായിട്ട് ജീവിക്കാനൊക്കെയുള്ള ആ ഒരു താല്പര്യം ഒരിക്കലും അവരുടെ ആ ജീവിക്കുന്ന സ്ഥലത്ത് പ്രാക്ടിക്കലാവുന്നില്ല. അത് അംഗീകരിക്കാൻ ഭർത്താവ് തയ്യാറാവുന്നില്ല, കുട്ടികൾ തയ്യാറാവുന്നില്ല. പലപ്പോഴും ഭർത്താവ് താഴെ വന്നിട്ടുള്ള കമൻ്റാണ്, ഭർത്താവിനെ അവർ മോശമായി സംസാരിക്കാറുണ്ട്, അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, കുട്ടികളും എന്നെയും ഭർത്താവിനെയൊക്കെ അവർ ഉറക്കെ ചീത്ത പറയാറുണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ് അവരുടെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ളതാണ്. ഇതൊരിക്കലും എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളല്ല. കുട്ടികൾ കാണുന്നത് അധ്വാനിക്കുന്ന ഒരു അച്ഛൻ വീട്ടിലെ ആ കാർ എടുത്ത് പോകുന്നു, അച്ഛനുമായിട്ട് വഴക്കാവുന്നു. അപ്പോൾ വീട്ടിലെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തകർക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തമ്മിൽ ഒട്ടും യോജിക്കാതെ വരുമ്പോൾ അവരിറങ്ങി വരുന്നു. ഒരു പ്രാവശ്യം ഇറങ്ങി അവർ വീണ്ടും റീജോയിൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ഇറങ്ങി ഒരു 3-4 മാസമായിട്ട് അവർ തീരെ പോകുന്നില്ല. പ്രധാനമായിട്ട് ഈ കുട്ടികളുടെ പരീക്ഷാ സമയത്താണ് കേട്ടോ അവർ ഇറങ്ങി വന്നിട്ടുള്ളത്. ഇറങ്ങി വരുമ്പോൾ ആ മൂത്ത കുട്ടി 10ാം ക്ലാസ്സിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരമ്മ, അതല്ലെങ്കിൽ ഭാര്യ, സ്വന്തം മകള് ഇത്രയും വലിയൊരു പരീക്ഷ ഫേസ് ചെയ്യണമല്ലോ, എൻ്റെ ഒരു സാമീപ്യം ഇവിടെ വേണം എന്ന് തോന്നിക്കാത്ത വിധം, അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത വിധം അസഹനീയമായിട്ടുള്ളൊരു സന്ദർഭത്തിലാണ് അവർ ഇറങ്ങി വരുന്നത്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 4 മാസമായി. എന്തെങ്കിലും ഒരു സെൻറ്റിമെൻറ്റ്സ് ഇവരും ഭർത്താവും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ഇവർ പറയുന്നുണ്ട്, ഞാനും ഭർത്താവും കുട്ടികളും തമ്മിൽ ഒരു ഇഷ്യൂ ഇല്ല, ചുറ്റുമുള്ളവർക്കാണ് കുഴപ്പമെന്ന്. അതൊരിക്കലും പറയുന്നത് സമ്മതിച്ച് തരാൻ പറ്റില്ല. നാട്ടുകാരെ എന്തൊക്കെ കുഴപ്പമുണ്ടാക്കിയാലും ഭാര്യയും ഭർത്താവും തമ്മിൽ വേണ്ട രീതിയിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ 3-4 ദിവസം കഴിയുമ്പോൾ ഇവരെ വന്ന് വിളിക്കും, നീ വാ, നമ്മുടെ പിള്ളേർക്ക് സങ്കടമാണ് എന്ന് പറഞ്ഞ് വിളിക്കും. ഇവർക്കും 4 ദിവസം കഴിഞ്ഞാൽ അയ്യോ എൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ ഇവർ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ അത്രമാത്രം പ്രശ്നങ്ങൾ ഈ ഒരു യൂട്യൂബും ഇവരുടെ യാത്രയും അതിനെ ചൊല്ലി ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അകന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവരുടെ അസാന്നിധ്യം, ഇപ്പം ഞാനായാലും 4 ദിവസം വീട്ടിൽ നിന്ന് അകന്നു പോയി, 4 മാസം ഞാൻ വേറെ താമസിച്ചു. ഭർത്താവ് കുട്ടികൾ അവരുടെ ജീവിതത്തിൽ താമസിക്കുമ്പോൾ പിന്നെ ഞാൻ അവിടെ ഒരു ആവശ്യമില്ലാത്ത വസ്തുവായി. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ വലിഞ്ഞു കയറി ചെല്ലുന്ന ഒരു അനുഭവമായി. വലിയ പെൺകുട്ടി 10-15-16 വയസ്സായ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭാവി നിർണ്ണയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സമയത്ത്
അവിടെ അമ്മ ഇല്ലാണ്ടിരിക്കുന്നു. രണ്ടാമതും ഇപ്പോൾ ആ കുട്ടിക്ക് കോളേജിൽ എന്ത് ചേരണം, എന്ത് കോഴ്സ് ചേരണം, ഇതൊക്കെ അമ്മയും അച്ഛനും കൂടി യോജിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യം. ഈ സമയത്തൊക്കെ ആ കുട്ടി കൺഫ്യൂഷനിലാണ്. എന്തുകൊണ്ടാണ് ഞാൻ എന്ത് കോഴ്സ് എടുക്കണ്ടേ? അത് മാത്രമല്ല, വീട്ടിലുണ്ടാകുന്ന പണികളും താഴാതികളും നോക്കലൊക്കെ ആ കുട്ടിയുടെ തലയിലാണ്. അപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് അവിടുത്തെ മൂത്ത കുട്ടി തന്നെയാണ്, ഇവരുടെ പിണക്കം കാരണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വേണ്ട രീതിയിൽ ഇവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് പൈസ ഉണ്ടാക്കണം, പൈസ വേണം. അതിനുവേണ്ടി അവർ ഒരുപാട് തമ്പനൈലുകൾ ഇട്ടിട്ടുള്ളതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫിനെ പരാമർശിച്ചുകൊണ്ടാണ്. ഇനി എനിക്കൊന്നും നോക്കാതെ എനിക്ക് ഒരുപാട് പൈസ വേണം, ഞാൻ നടക്കണോടത്ത് എൻ്റെ ട്രൈപോഡും കൊണ്ട് പോവും മക്കളെ എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മുമ്പുമായിട്ട് ജോയിൻ ചെയ്യണം, അതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള കാര്യം. പക്ഷേ ഇവരുടെ മനസ്സിൽ അതൊന്നുമല്ല. ഇവർ പറയണത് അതൊന്നുമല്ല, എനിക്ക് പൈസ വേണം. കാരണം എൻ്റെ ഒരുപാട് സ്വർണവും കാറും ഒക്കെ ആള് അടക്കി വെച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിലാണ് നിന്നിരുന്നത്, കാർ അയാളുടെ പേരിലാണ് എടുത്തത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള കാര്യം കുറച്ച് പൈസ കയ്യിൽ വരണം, ഇവർക്ക് കാറ് മേടിക്കണം, 4 സെൻറ്റ് സ്ഥലമോ വീടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, ഞാൻ ഒട്ടും മോശക്കാരിയല്ല എന്ന് തെളിയിക്കണം. ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഈ വിടുവാശിയുടെ ഇടയിൽ കിടക്കുന്ന 3 കുട്ടികളുണ്ട്. അവരുടെ വ്യക്തിത്വമുണ്ട്, സ്വഭാവമുണ്ട്. നാളെ സമൂഹത്തിൽ അവരോരോ വ്യക്തികളായി ജീവിക്കേണ്ടി വരുമ്പോൾ ഒക്കെ അവരെ ഇങ്ങനെയുള്ള അച്ഛൻ്റെയും അമ്മയുടെയും പിണക്കം, അമ്മയുടെ ഇറങ്ങിപ്പോക്കം ഒക്കെ മോശമായിട്ട് സ്വാധീനിക്കുമെന്നുള്ളതിൽ യാതൊരു വക സംശയവുമില്ല. എന്നാൽ പോലും എനിക്കെൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പൈസ വേണമെന്ന വാശിയോട് കൂടിയിട്ട് പോണ സ്ഥലത്തൊക്കെ ട്രൈപോഡും പൊക്കി യൂട്യൂബ് അല്ല എൻ്റെ ജീവിതത്തിന് കാരണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രത്യേകിച്ചും അവർ പറയുന്നുണ്ട് അവരുടെ സഹോദരൻ ഒരാൾ വരാനുണ്ട്. അപ്പോൾ ഒരു കോംപ്രമൈസ് ടോക്കിലൂടെ അവർക്ക് തിരിച്ച് അവരുടെ വീടുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സന്തോഷവും അവർക്കുണ്ട്. എന്തൊക്കെയായാലും മൂന്നാമതൊരാളുടെ ഇടപെടലുകളിലൂടെ നമ്മൾ അവരുമായിട്ട് ജോയിൻ ചെയ്താലും നമ്മളുടെ ഉള്ളിൽ നമ്മൾ അകന്നു പോയ കുറേ കാരണമായിട്ടുള്ള കനലുകൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും അത് പ്രശ്നങ്ങളിലേക്ക് പോകും. അവർ തമ്മിലുള്ളൊരു നല്ലൊരു കെമിസ്ട്രി അല്ലെങ്കിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കിപ്പോൾ സഹോദരൻ്റെ ഇടപെടലുകളൊന്നും ആവശ്യമില്ല. തൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെയും അടുത്തേക്ക് ഓടി അണയാനായിട്ട് അവർ അല്ലെങ്കിൽ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ലെങ്കിൽ തന്നെ അവരെ സ്നേഹിക്കുന്ന അച്ഛനും മക്കളും ആണെങ്കിൽ അവരിവിടെ വന്ന് അവരെ കൊണ്ടുപോയേനെ. അപ്പോൾ ഇതൊന്നും ഈ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. അവരുടെ ജീവിതത്തിന് ഏകദേശം ഒരു എന്താ പറയുക 4 മാസം 5 മാസത്തെ ഒരു ഇടവേളയൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ഒരു അനാവശ്യ വസ്തുവായിട്ട് അവർ മാറി തുടങ്ങും എന്നുള്ളതാണ്. ഇതെല്ലാവരുടെ കാര്യത്തിലും നമ്മളുടെ കാര്യത്തിലായാൽ പോലും ഇതൊന്നും ചിന്തിക്കാതെ എനിക്ക് യൂട്യൂബ് മതി, കുറച്ച് പൈസ ഉണ്ടാക്കണം. അപ്പോൾ അവരുടെ വിചാരം ബ്രദർ വന്നു കഴിഞ്ഞാൽ വീണ്ടും ജോയിൻ ചെയ്യാം, അപ്പോഴേക്കും കുറച്ച് പൈസ കയ്യിൽ വേണം, തിരിച്ചു പോകുമ്പോൾ അവർക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ അത് ഉപകരിക്കുമെന്നൊക്കെ ആയിരിക്കും അവരുടെ ആശ. ഇനി എന്തൊക്കെയായാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു 3 കുട്ടികളെ ഒറ്റയ്ക്കിട്ട് ജീവിക്കുമ്പോൾ ഇവരും സന്തോഷിക്കുന്നുണ്ടാവില്ല. ഇവരുടെ മനസ്സിൽ എപ്പോഴും കനലുകളായിരിക്കും, സങ്കടങ്ങളായിരിക്കും. പക്ഷേ ഇവരുടെ ജോലി എന്ന് പറയുന്നത് യൂട്യൂബാണ്. ഇവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, അതൊരു വലിയൊരു പ്രശ്നമാണ്. മാത്രമല്ല ഇവരുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ അത്രയും ഭർത്താവിൻ്റെ കയ്യിലാണ്, കാറ്, ഇവർക്ക് കൊടുത്ത ആഭരണങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഇവരിപ്പോൾ ഒരു ബിഗ് സീറോയിൽ നിൽക്കുന്നു. ആ സീറോയെ ഒരു ലെറ്റർ ആക്കാനുള്ള ശ്രമത്തിലാണ് അവർ. എങ്ങനെയും എൻ്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവണം, കയ്യിൽ കുറച്ച് പൈസ വരണം, പിന്നെ കുടുംബമായിട്ട് ജോയിൻ ചെയ്യണം. എന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ ഡെയിലി എരിഞ്ഞുകൊണ്ടിരിക്കില്ലേ. നമ്മുടെ മക്കളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു രാത്രി പോലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധാരണ സ്ത്രീകൾക്ക് പറ്റില്ല എന്നുള്ളതാണ്. മക്കളെ കാണാതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് 2 പെൺകുട്ടികൾ, അച്ഛൻ ജോലിക്ക് പോകുന്ന ഒരച്ഛനുള്ള വീട്ടിൽ ആ പെൺകുട്ടികൾ എങ്ങനെയൊക്കെ അഫക്റ്റഡ് ആവും, എന്തൊക്കെ രീതിയിൽ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും, അവരെ എടുക്കാനുള്ള ചില തീരുമാനങ്ങളുള്ള ഘട്ടത്തിൽ അവർ എത്രമാത്രം മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇത്രമാത്രം മനക്കെട്ടിയുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് സ്വന്തം വീട്ടിൽ ബലമായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏത് വിധേനയും മാപ്പ് പറഞ്ഞയാളുടെ കാല് പിടിച്ചിട്ടായാലും അവർ ചെന്ന് നിൽക്കും. കാരണം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതൊരിക്കലും അവൻ്റെ മുമ്പിൽ തോറ്റു എന്ന് പറഞ്ഞുള്ള ഒരു കീഴടങ്ങളല്ല. മക്കളുടെ ആ ഭാവി പൂർത്തീകരിക്കുന്ന രീതി എങ്കിലും എനിക്ക് അവരുടെ അമ്മയായിട്ട് ആ വീട്ടിൽ വരണം അല്ലെങ്കിൽ വേണം എന്നുള്ളൊരു ദൃഢനിശ്ചയമുള്ള സ്ത്രീയാണെങ്കിൽ പണ്ടേ അവർ ആ വീട്ടിൽ എത്തിപ്പോയേനെ. അപ്പം ജീവിതം ഇങ്ങനെ യൂട്യൂബ് കാരണം അല്ലെങ്കിൽ പൈസ കൂടുതൽ വരുമ്പോൾ ഓരോ ജീവിതങ്ങൾ ഇല്ലാണ്ടായി പോണ കാഴ്ച വളരെ സങ്കടമാണ്. അവർ എന്തൊക്കെ പറഞ്ഞാലേ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, 4 മാസം കഴിഞ്ഞാലും എൻ്റെ ബ്രദർ വന്ന് എന്നെ റീജോയിൻ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല, സമൂഹത്തിനാണ് പ്രശ്നം, അതിലൊന്നും വലിയ കാര്യമില്ല. അകന്നു പോയി തന്നെയാണ്.
മനസ്സിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുമായിട്ട് ഇങ്ങനെ ജീവിച്ച് കുറച്ച് നാൾ അകന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അകൽച്ച. അയാളുടെ അസാന്നിധ്യം നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ പിന്നെ പറയണ്ട, അയാൾ നമ്മളുടെ ആരുമല്ലാതായി പോകുന്നൊരു കാഴ്ച. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.